നിർത്താന്നല്ലേ പറഞ്ഞേ? നിർത്തുവാന്ന് പറഞ്ഞാൽ നിർത്തിയിട്ട് പോണം. താങ്കൾ പറയുന്നത് ഞാൻ പറയാം. അതിന്റെ കൺക്ലൂഷൻ പറയണ്ടേ? എന്ത് പ്രകസനാണ് സജി എന്ന് തോന്നിപ്പോ അല്ലെ ഇവരെ കളി കണ്ടു കഴിഞ്ഞാല്. താങ്കൾ എന്താ ഉദ്ദേശിക്കുന്നത്? നീ ഇങ്ങനെയൊക്കെ കാണിക്കും, നീ എന്നൊന്നും എന്നെ അഭിസംബോധന ചെയ്യണ്ട. എന്ത് കള്ളത്തരം കാണിച്ചാ കള്ളത്തരം തന്നെ പറയും. ഇവരെ കല്യാണ നാടകം കളിച്ച് നമ്മളൊക്കെ മണ്ടന്മാരാക്കിയിട്ട് ഇവരെ യഥാർത്ഥ കല്യാണം അത് റീച്ചാക്കാൻ നോക്കി. അതിനുശേഷം ഇപ്പോൾ ഒരു നാടകം, ഒരു ഇന്റർവ്യൂ നാടകം അതിൽ ചൂടാ. ഇവരുടെ വിചാരം ഇതൊക്കെ നമ്മൾ കണ്ടിരിക്കുന്ന നമ്മളൊക്കെ പൊട്ടന്മാരെന്നുള്ളൊരു ധാരണ ഉണ്ട്. നിങ്ങൾക്ക് വൈറലാണോ എന്ന് കരുതിയിട്ട് നമ്മളെ പൊട്ടന്മാരാക്കിയിട്ട് നിങ്ങൾ വൈറലാകണ്ട. പിന്നെ കള്ളത്തരമല്ലേ? താങ്കൾ വിവാഹം കഴിച്ചു എന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയ മുഴുവൻ പറഞ്ഞിട്ട് താങ്കൾ കാണിച്ച കള്ളത്തരമല്ലേ? കള്ളത്തരമല്ലേ താങ്കൾ കാണിച്ചത്? ഏത് ഇതെല്ലാം നിങ്ങളെ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള നിങ്ങളെ നാടകമാണ്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ അഭിനയം കണ്ടു കഴിഞ്ഞ് ഒരിക്കലും തോന്നില്ല കേട്ടോ ഇത് അഭിനയമാണെന്ന് യഥാർത്ഥത്തിൽ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി മേലാൽ നിങ്ങളെ നാടകവും കൊണ്ട് വന്നാൽ എടുത്തിട്ട് പെരക്കോട്ടാ. നമ്മളൊക്കെ അതിന് തന്നെയാണുള്ളത്. നിങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് പെരക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിലൊരു സംശയവും വേണ്ട. ഈ പോലെ മണ്ടന്മാരാക്കിയിട്ട് ജനങ്ങളെ മണ്ടന്മാരാക്കിയിട്ട് നിങ്ങൾ റീച്ച് എടുക്കണ്ട കേട്ടോ. സ്വഭാവമായിട്ട് കൺക്ലൂഡ് ചെയ്യുമ്പോൾ എനിക്കത് പറഞ്ഞേ പോകാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ പറയട്ടെ, നിങ്ങൾ ഞാൻ പറയട്ടെ, നിങ്ങൾ ചാരിറ്റി പ്രവർത്തനം ചെയ്ത് നല്ല രീതിയിൽ ഇവിടെ എന്താ വന്നിരിക്കുന്ന ഞാൻ പറയണോ? ഇങ്ങനെ പറഞ്ഞിട്ട് താൻ ഇങ്ങോട്ട് പോകുന്നു. അല്ലെങ്കിൽ മാന്യമായിട്ട് ഇത് അവസാനിപ്പിക്കാമല്ലോ. പിന്നെ എന്താ ഞാനിപ്പോ ചെയ്ത്? അല്ല, ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് പറഞ്ഞിട്ട് പോകും. നിങ്ങൾ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ഈ വീഡിയോ ചെയ്യും. നിങ്ങൾ നല്ല വീഡിയോ ആണെങ്കിൽ നമ്മൾ ചിരിക്കും. നിങ്ങൾ നല്ല വീഡിയോ ആണെങ്കിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കും. അല്ലാതെ ആൾക്കാരെ മണ്ടന്മാരാക്കിയിട്ടുള്ള ഇമാതിരി തോന്നിയാസം ഉണ്ടല്ലോ, അത് ഇതോടെ നിർത്തിക്കോ. അതായിരിക്കും നല്ലത്.